ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു. എൻ്റെ പേര് അഖിൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു 5 ഫ്രീ ഗവൺമെൻറ് കോഴ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ സ്റ്റുഡൻ്റ് ആയി കഴിഞ്ഞ ശേഷം നിങ്ങൾ ജോലിക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്കൊരു സ്കിൽ എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനത്തെ 5 ഫ്രീ കോഴ്സാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡിഫറെൻറ്റ് ഓർഗനൈസേഷനിൽ നിന്നും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള അവസരമുണ്ട്. ഇത് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് പ്രൊഫൈൽ, ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് പഠിക്കാനുള്ള അവസരം കൂടിയാണ് കിട്ടുന്നത്. കാരണം നിങ്ങളുടെ കരിയർ ഇൻഹാൻസ് ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കും. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഗവൺമെൻറ്റിൻ്റെ 5 ഫ്രീ കോഴ്സ് ഡീറ്റെയിൽ പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങളുടെ പഠിത്തം കഴിഞ്ഞ ശേഷം നിങ്ങൾ ജോലി നോക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാരണം നിങ്ങളുടെ കരിയറിൽ ഒരു സ്കില്ലുണ്ടായിരിക്കണം. ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ ജോലി കിട്ടണമെന്നില്ല. അതിന് നിങ്ങൾക്കൊരു സ്കില്ലുണ്ടായിരിക്കണം. ഇതിപ്പോൾ റീസെൻ്റ്ലി വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള കാര്യമായിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളൊരു അക്കൗണ്ടിങ് കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എക്സൽ എന്നത് വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട സ്കില്ലാണ്. കാരണം നിങ്ങൾ അക്കൗണ്ടിങ് കഴിഞ്ഞ ശേഷം എക്സൽ അതിൻ്റെ കൂടെ തന്നെ വേണ്ട ഒരു സ്കില്ലാണ്. ഓക്കെ, നമുക്കൊരു 5 ഓൺലൈൻ കോഴ്സുകളുണ്ട്, ഫ്രീ കോഴ്സാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം സർട്ടിഫിക്കറ്റും ഇവിടെ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഞാനിവിടെ പറഞ്ഞിരുന്ന എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ പോകേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിലോ എൻറോൾമെൻറ്റ് ചെയ്യാവുന്നതാണ്. ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം തന്നെ ഇതാണ്, നമ്മുടെ യൂത്ത് പഠിക്കട്ടെ എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. ഗവൺമെൻറ് ഇവിടെ ഒരുപാട് കോഴ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു കാരണം എന്തെന്നാൽ നിങ്ങളത് അറിയുന്നില്ല എന്നുള്ളതാണ് അതിലൊരു വലിയൊരു പ്രശ്നം വരുന്നത്. കാരണം പ്രൈവറ്റ് ഏജൻസികൾ ഇഷ്ടം പോലെയുണ്ട്. അവരുടെ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളും കൊണ്ട് ഇത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കോഴ്സുകൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നില്ല. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളും വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അത് നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. അതിന് മുന്നേ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് സ്ക്രീനിലേക്ക് പോകും. ഫസ്റ്റ് കോഴ്സാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിലാണ് ഈ കോഴ്സ് വരുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ശിക്ഷാ മന്ത്രാലയം. ഇതിൽ ആദ്യത്തെ കോഴ്സ് വരുന്നത് ഡേറ്റ അനാലിസിസ് യൂസിങ് എക്സൽ എന്നുള്ളൊരു കോഴ്സാണ്. ഓക്കെ, ഇന്നത്തെ ചെറിയ കമ്പനി ആയാലും വലിയ കമ്പനി ആയാലും എല്ലായിടത്തും ഡേറ്റ അനാലിസിസിൻ്റെ റോളുണ്ട്. ഇഷ്ടംപോലെ കസ്റ്റമർ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഓൺലൈനായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ സെയിൽസ്, പർച്ചേസ് അങ്ങനെയുള്ള ഒരുപാട് ട്രാൻസാക്ഷൻ അനാലിസിസ് ചെയ്യുന്നത് ഈ ഡാറ്റ അനാലിസിസ് ആണ്. ഇതവർ ചെയ്യുന്നത് എക്സലിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഈ കോഴ്സ് കഴിഞ്ഞ ശേഷം ഡാറ്റ അനാലിസിസിൻ്റെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതാണ്. ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷം ഈ കോഴ്സ് ഫ്രീലാൻസ് ആയിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ കോഴ്സ് കംപ്ലീറ്റ് ഫ്രീ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇതിൽ 15 മണിക്കൂറാണ് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെ, ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. വാലിഡ് ഓഫ് റിലേറ്റഡ് ടു ബ്രില്യൻറ്റ് ഇൻഫർമേഷനാണ്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്കൊരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഇതിൽ വരുന്നത് MCQ പോലെയാണ് വരുന്നത്. ഓക്കെ, ഇതിൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് എന്നിട്ട് ഇതിൻ്റെ കോഴ്സ് സിലബസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് സ്റ്റാർട്ട് ലേണിംഗ് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്കിനി അടുത്ത കോഴ്സ് നോക്കാം. ഓക്കെ, അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായി ഒരു സ്റ്റാർട്ടപ്പ് നോക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുവഴി രാജ്യത്തിന് വലിയൊരു ഉയർച്ച സമ്പാദിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഭാവിയിൽ സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാം. നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റ് വരുന്നത്, അല്ലെങ്കിൽ ഫോർമാലിറ്റി എങ്ങനെയാണ് വരുന്നത്, ഏതൊക്കെയാണ് നല്ലത്, എങ്ങനെയാണ് നമുക്ക് ഇത് ബിസിനസ്സിൽ മെച്ചപ്പെടാൻ സാധിക്കുന്നത്, ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു 4 വീക്ക് കോഴ്സാണ്. ഇതൊരു ഓൺലൈൻ കോഴ്സ് തന്നെയാണ്. ഓക്കെ,
ഇവിടെ നിങ്ങൾക്ക് ഹിന്ദി ലാംഗ്വേജിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലും ഈ കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ നാളെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ സ്വപ്നം കാണുന്ന ആളാണെങ്കിൽ ഈ കോഴ്സ് നിങ്ങളെ ഫോഴ്സ് ചെയ്യപ്പെടും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കോഴ്സ് നോക്കാം. ഇത് ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണിത്. ആഫ്റ്റർ ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ബാങ്കിങ് ജോലിയോടാണ് താല്പര്യം കൂടുതലെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് പൂർണ്ണമായും അറിഞ്ഞിരിക്കണം, ഇത് നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, നിങ്ങൾ ബാങ്ക് ജോലിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മാത്രം. ഓക്കെ, ഇതിൽ നമുക്ക് ബാങ്കിങ് ജോലി നോക്കാം. ഓക്കെ, ഇതിൽ മ്യൂച്വൽ ഫണ്ട് ഏജൻറ്റ്, ബ്രാഞ്ച് ബാങ്കിങ് എക്സിക്യൂട്ടീവ്. ഓക്കെ, ഇതിൽ മ്യൂച്വൽ ഫണ്ട് ഏജൻറ്റ് എടുക്കാം. ഇതിൽ ഇന്നത്തെ സമയങ്ങളിൽ ബാങ്കിങ് അവരുടെ മ്യൂച്വൽ ഫണ്ട് സെയിൽ ചെയ്യാറുണ്ട്. ഇതിനു വേണ്ടി അവർ ഒരു എംപ്ലോയിയെ വച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ ഒരു എക്സ്പേർട്ടായിട്ട് മാറിയാൽ നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു ജോലി അവസരം കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ കോഴ്സ് ഡീറ്റെയിൽ ഇത് ഇംഗ്ലീഷിലാണ്. ഓക്കെ, നിങ്ങൾക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ ജസ്റ്റ് വായിച്ച് നോക്കിയ ശേഷം ഫ്രീ കോഴ്സാണ്, നിങ്ങൾക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ ശേഷം ഇത് അടുത്തത് വരുന്നത് ബ്രാഞ്ച് ബാങ്കിങ് ആണ്. ഓക്കെ, ബ്രാഞ്ച് ബാങ്കിങ് ഇവിടെയും ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഏത് ബാങ്കിൻ്റെ ബ്രാഞ്ചിലും ഏതൊക്കെ ട്രാൻസാക്ഷനാണ് നടക്കുന്നത്, ഇതെങ്ങനെയാണ് ഹൗ ടു ഹാൻഡിൽ കസ്റ്റമർ, എങ്ങനെയാണ് നിങ്ങളൊരു കസ്റ്റമർ സർവീസ് നൽകാൻ പറ്റും, എങ്ങനെ നിങ്ങൾക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇതെല്ലാം മുഴുവനായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് ഡ്യൂറേഷൻ 2 മണിക്കൂർ 18 മിനിറ്റ് ആണ്. ഓക്കെ, ഇത് ഫ്രീ ആയിട്ടൊരു കോഴ്സാണ്. ഇത് നിങ്ങൾക്ക് എൻറോൾമെൻറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇതിൻ്റെ കൂടെ ബാങ്കിങ് റിലേറ്റഡ് ഇതിൻ്റെ കൂടെ തന്നെ ഒരുപാട് കോഴ്സുകളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഫിനാൻഷ്യൽ ലിറ്ററസി, ഓക്കെ, ബിസിനസ് സ്കിൽ, ഇതെല്ലാം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് AICTE ആൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ട്രെയിനിങ് എഡ്യൂക്കേഷൻ്റെ കീഴിലാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ കീഴിൽ വരുന്ന ഈ കോഴ്സ് AICTEയുടെ കീഴിലുള്ള സൈബർ സെക്യൂരിറ്റി ഓർ ഹാക്കിംഗ് ബേസ് ചെയ്തിട്ടുള്ളൊരു കോഴ്സാണ്. ഓക്കെ, ഇവിടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ വീഡിയോസ് നിർമ്മിച്ച ശേഷം ഇവരുടെ സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കോഴ്സ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ സൈബർ വിദ്യാപത് ഫൗണ്ടേഷൻ, ഓക്കെ, ഇത് സൈബർ അറ്റാക്ക് എങ്ങനെയാണ്, ആളുകൾക്ക് എങ്ങനെയാണ് ഹാക്ക് ചെയ്യുന്നത്, എങ്ങനെ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതുകൊണ്ട് നിങ്ങളെ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കിവിടെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ കീഴിൽ ജോലി ചെയ്തും നിങ്ങൾക്ക് തുടരാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരുപാട് കോഴ്സുകൾ താഴെ അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾ താഴോട്ട് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇത് മാൽവെയർ ഒരുതരം വൈറസാണ്. അപ്പം കമ്പ്യൂട്ടറിന് വരുന്നൊരു തരം വൈറസാണ് ഇത്. വൈറസിനെ തന്നെ അറ്റാക്ക് ചെയ്യാം, എങ്ങനെ നമുക്ക് വൈറസിനെ പ്രതിരോധിക്കാം എന്നുള്ളൊരു കോഴ്സാണ്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഒരുപാട് ബേസിക്കൽ. ഓക്കെ, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ, ഓക്കെ, കോഴ്സ് പെയ്ഡ് മാർക്കറ്റിംഗ് കോഴ്സുകൾ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ ഒരുപാട് കോഴ്സുകൾ നിങ്ങൾക്കിവിടെ പഠിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അടുത്ത കോഴ്സ് വരുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് എഫക്റ്റീവ് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് സ്കിൽസ് പഠിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നിങ്ങൾക്ക് പഠിക്കാം, അല്ലെങ്കിൽ ഹിന്ദി പഠിക്കാം, കന്നഡ പഠിക്കാം. ലാംഗ്വേജ് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം ഏതൊരു സ്ഥലത്തും പോയാലും നമുക്ക് നല്ലൊരു ലാംഗ്വേജ് നല്ല രീതിയിൽ തന്നെ കൺവേ ആയാൽ മാത്രമേ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോലി തന്നെ ഈ കാലത്ത് ലഭിക്കുകയുള്ളൂ.
അപ്പോൾ അത് വളർത്താനായിട്ടുള്ള ഒരു കോഴ്സാണിത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളിത് കണ്ടു നോക്കുക. ഓക്കെ, ഇത് 9.75 ഹവേഴ്സിലാണ്. ഓക്കെ, ഫ്രീ ആണ്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ്റിലെ 5 ഫ്രീ കോഴ്സുകൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്നും എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിലൂടെ നിങ്ങൾക്കത് രേഖപ്പെടുത്താവുന്നതാണ്. ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനിയൊരു അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ.